ഹലോ വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷിൽ നിന്ന് ദ ഓൾഡ് പ്ലേ ഹൗസ് എന്ന പോയമാണ് റിട്ടൺ ബൈ കമലാദാസ്. ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ കമലാദാസിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് യു പ്ലാനറ്റ് എന്ന് തുടങ്ങിയിട്ടാണ്. അവിടം തൊട്ട് ബിറ്റർ സ്വീറ്റ് ജ്യൂസ് വരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ അതിൻ്റെ ബാക്കിയുള്ള പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടെ തന്നെ അനോട്ടേഷന് പറ്റുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള നോട്ട്സും ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് ലൈൻ നോക്കൂ. യു കോൾഡ് മീ വൈഫ്. അക്കോർഡിംഗ് ടു ദ പോയിറ്റ് ഹി കോൾഡ് ഹെർ വൈഫ് ഓർ ദി ബെറ്റർ ഹാഫ്. വിളി എന്താണ്? ബെറ്റർ ഹാഫ് എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അവൻക്ക് അവൾ എന്ത് മാത്രമായിരുന്നു? ഒരു സ്ലൈവ് മാത്രമായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ ഒരു സെൻഷ്വൽ തേഴ്സ്റ്റ് ക്വഞ്ച് ചെയ്യാനുള്ളൊരു ടോയ് മാത്രമായിട്ടാണ് അവളുടെ ഹസ്ബൻഡ് അവളെ കണ്ടിട്ടുള്ളത്. I was thought to break saccharine into your tea and to offer at the right moment in vitamins. ബീങ് എ വൈഫ്, ഒരു വൈഫാണല്ലോ. ഒരു വൈഫിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് അവൾ അവനെ പഠിപ്പിച്ചു. എന്ത്? ടു സെർവ് ഹിം ഫുഡ് ആൻഡ് വൈറ്റമിൻസ് അറ്റ് റൈറ്റ് ടൈം. കറക്റ്റ് സമയത്തിന് ശരിയായ ടൈമിൽ അവൻക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് സെർവ് ചെയ്യാനും അവൻക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസും മെഡിസിനും ഒക്കെ സെർവ് ചെയ്തതിന് വേണ്ടിയിട്ട് അവൻ അവളെ പഠിപ്പിച്ചു. ഇതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ലൈൻ നോക്കൂ. കവറിങ് ബിനീത്ത് യുവർ മോൺസ്ട്രസ് ഈഗോ. എന്താണ് ഈ വരികളിലൂടെ പറയുന്നത്? യെസ്, ദ വുമൻ ഹാഡ് എ വെരി ഹൊറിഫൈങ് എക്സ്പീരിയൻസ് ഓഫ് മാരിറ്റൽ ലൈഫ്. അവളുടെ വിവാഹ ജീവിതത്തിന് ശേഷം അവൾ അനുഭവിച്ചത് വളരെ ഹൊറിഫൈങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് മാർക്ക്ഡ് ദ സഡൻ എൻഡ് ഓഫ് ലൈഫ് ഓഫ് റൊമാൻറ്റിക് ആസ്പിറേഷൻസ് ആൻഡ് ഡ്രീംസ്. തീർച്ചയായിട്ടും അവൾ വിവാഹം കഴിച്ചിട്ടുണ്ടാവുക ഒരുപാട് ആഗ്രഹങ്ങൾ കൂടി, ഒരുപാട് ഡ്രീംസിൽ കൂടി ആയിരിക്കും. പക്ഷേ പെട്ടെന്ന് അതിനൊരു അവസാനം ഉണ്ടായി, അവളുടെ ഹസ്ബൻഡിൻ്റെ ഈഗോ നാച്ചർ കാരണം. She was almost overpowered by the monstrous ego of her husband. അവളുടെ ഹസ്ബൻഡിൻ്റെ ഒരു മോണസ്ട്രസ് ഈഗോ കാരണം അവൾ എല്ലായ്പ്പോഴും എന്തായി? അടിച്ചമർത്തപ്പെട്ടു. After getting married to him, she was reduced to slave to his male ego and thus she lost her desire. അവൾ എന്ത് മാത്രമായി മാറി? അവളൊരു അടിമ മാത്രമായി, അവളുടെ ഹസ്ബൻഡിൻ്റെ ഒരു മെയിൽ ഈഗോയുടെ ഒരു അടിമ മാത്രമായിട്ട് മാറുകയാണ്. ആൻഡ് അവളുടെ എല്ലാ ആഗ്രഹങ്ങളും, അവളുടെ ഡ്രീംസും, അവളുടെ റൊമാൻറ്റിക് ആസ്പിറേഷൻസും റൊമാൻറ്റിക് ത്രിൽസും ഒക്കെ അവളുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഈഗോ നാച്ചർ കാരണം അവിടെ അവസാനിക്കുകയാണ്, അവൾക്ക് അവിടെ നഷ്ടപ്പെടുകയാണ്. നെക്സ്റ്റ് ലൈൻ നോക്കൂ. ഐ എയ്റ്റ് ദ മാജിക് ലോഫ് ആൻഡ് ബിക്കം എ ഡ്വാർഫ്. ഡ്വാർഫ് വിച്ച് മീൻസ് കുള്ളൻ. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എ പേഴ്സൺ ഹു ഈസ് അൺയൂഷ്വലി ഷോർട്ട് സ്റ്റാച്ചർ ഓൺ അക്കൗണ്ട് ഓഫ് ജനറ്റിക് ഓർ മെഡിക്കൽ കണ്ടീഷൻ. ഓക്കെ. ആൻഡ് അവളുടെ ഹസ്ബൻഡിൻ്റെ മോണസ്ട്രസ് ഈഗോ കാരണം അവൾ ടോട്ടലി സബ്ജുഗേറ്റഡ് ആയിരിക്കുകയാണ്, അവൾ ടോട്ടലി കീഴടങ്ങിയിരിക്കുകയാണ്. ആൻഡ് ടേൺഡ് ഹെർ ഇൻ ടു എ ഡോഫ്. അവൾ പതിയെ പതിയെ ഒരു കുള്ളനായിട്ട് മാറി. കുള്ളനായിട്ട് മാറുക എന്ന് പറയുമ്പോൾ അവളുടെ ശരീരം കൊണ്ട് അവൾ ചെറുതായി എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, അവളെ മാനസികമായിട്ട് അവൾ വളരെ ചെറുതായി. ആസ് ഷീ ഫുള്ളി സറണ്ടേർഡ് ടു ഹിസ് ഡിമാൻഡ്സ്. അവളുടെ ഹസ്ബൻഡിൻ്റെ ഡിമാൻഡുകൾ കാരണം ഡിമാൻഡ്സിന് വേണ്ടിയിട്ട് അവൾ സറണ്ടർ ആവുകയാണ്. ആൻഡ് പെർഫോമിങ് ഓൾ വൈഫ്ലി ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ്. അവളുടെ എല്ലാ വൈഫ്ലി ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? അവളുടെ ഹസ്ബൻഡിന് ശരിയായ ടൈമിൽ ഭക്ഷണം കൊടുക്കുക, അതുപോലെ അവൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കിയിട്ട് ജീവിക്കുക, മരുന്ന് കൊടുക്കുക, ഇത്തരത്തിലുള്ള വൈഫ്ലി ഡ്യൂട്ടീസൊക്കെ പെർഫോം ചെയ്തിട്ട് അവനക്ക് പരമാവധി സറണ്ടർ ആയിരിക്കുകയാണ് അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ആൻഡ് ദ പോയിറ്റ് ഫീൽസ് ദാറ്റ് ഹെർ മാരേജ് ലൈഫ് വാസ് റെഡ്യൂസ്ഡ് ടു എ മെർ സറണ്ടർ ടു ദി മെയിൽ ഈഗോ. നമ്മളിപ്പോൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. ദ ഹസ്ബൻഡ്സ് മോണസ്ട്രസ് ഈഗോ കിൽസ് ഓൾ ഹെർ റീസൺ ആൻഡ് വിൽ. She had lost the chance of self-growth and self-discovery, and she had lost her individuality and self-growth and self-respect. She was almost reduced to a dwarf and lost her will to think and act in an independent manner. നമ്മൾ പറഞ്ഞു അവൾ കുള്ളനായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവളുടെ ശരീരം കൊണ്ട് അവൾ ചെറുതായി എന്നല്ല, അവൾക്ക് തിങ്ക് ചെയ്യാനുള്ള, ചിന്തിക്കാനുള്ള, ഒരു ഇൻഡിപെൻഡൻറ്റ് മാനറിൽ ആക്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവൾക്ക് അവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവളുടെ ഹസ്ബൻഡിന് ഒരു മോണസ്ട്രസ് ഈഗോ നാച്ചുറുള്ള അവളുടെ ഹസ്ബൻഡിനെ വിവാഹം കഴിച്ചതോട് കൂടിയിട്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലൈൻ നോക്കൂ. ഐ ലോസ്റ്റ് ഓൾ മൈ വിൽ ആൻഡ് റീസൺ. എന്താണ് പറയുന്നത്? വിവാഹത്തിന് ശേഷം അവൾക്ക് ഈ ഒരു റിലേഷൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവളുടെ ആഗ്രഹങ്ങൾക്ക് ഒക്കെ എതിരായിട്ട് അവൾക്ക് പ്രവർത്തിക്കും
എത്തിക്കേണ്ടി വന്നു. ടു പ്ലീസ് ഹെർ ഹസ്ബൻഡ്, അവളുടെ ഹസ്ബൻഡിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് അൺനാച്ചുറൽ അപ്പിയസ്മെൻറ്റ് ഷീ ഹാഡ് ലോസ്റ്റ് ഓൾ ഹെർ ഇൻഡിവിജ്വാലിറ്റി ആൻഡ് സെൽഫ് റെസ്പെക്റ്റ്. ഇത്തരത്തിലുള്ള ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യം കാരണം അവൾക്ക് അവളുടെ വ്യക്തിത്വം തന്നെ, അവളുടെ സെൽഫ് റെസ്പെക്റ്റ് തന്നെ അവൾക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു, അവളുടെ ഈ ഒരു റിലേഷൻ, ഈ ഒരു വിവാഹ ജീവിതം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ലൈൻ നോക്കൂ. ടു ഓൾ യുവർ ക്വസ്റ്റ്യൻസ് ഐ മംബിൾഡ് ഇൻകൊഹറൻറ്റ് റിപ്ലൈസ്. എന്താണ് പറയുന്നത്? ആസ് എ വൈഫ് അണ്ടർ കൺട്രോൾ, അവളുടെ ഹസ്ബൻഡിൻ്റെ അണ്ടർ കൺട്രോളിലാണ് അവൾ നിൽക്കുന്നത്. ഷീ ഓൾവേസ് മംബിൾഡ് ഹിസ് ക്വസ്റ്റ്യൻസ് വിത്ത് അൺക്ലിയർ റിപ്ലൈസ്. അവളുടെ ഹസ്ബൻഡിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ അൺക്ലിയർ റിപ്ലൈസ് മാത്രമേ അവൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ബീങ് മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആണ് അവൾ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അവളുടെ റെസ്പോൺസും അവളുടെ റിയാക്ഷൻസും ഒക്കെ വല്ലപ്പോഴും ഇല്ലോജിക്കലായിട്ട് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരുന്നു. ഷീ ഹാസ് ലോസ്റ്റ് ഓൾ ഹെർ ഐഡൻറ്റിറ്റി ആസ് എ ഡിഗ്നിഫൈഡ് വുമൺ. മാന്യമായിട്ടുള്ളൊരു സ്ത്രീ എന്നുള്ള നിലക്ക് അവൾക്ക് അവളുടെ എല്ലാ ഐഡൻറ്റിറ്റിയും അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ലൈൻ നോക്കൂ. The summer begins to fall. I remember the rudder breeze of the fall and the smoke from the burning leaves. സമ്മർ സീസൺ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദ ജോയ് ഓഫ് ഹെർ ലൈഫ്. അവളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളൊക്കെ ഇവിടെ ഈസ് ഗോയിങ് ടു എൻഡ്, അവസാനിക്കാൻ പോവുകയാണ്. കാരണം എന്താണ്? അവളുടെ ഹസ്ബൻഡ് അവളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഇവിടെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഷീ ഈസ് റിഡ്യൂസ്ഡ് ടു എ പാസീവ് ആൻഡ് ലൈഫ്ലെസ് ഇൻഡിവിജ്വൽ. ഒരു പാസീവായിട്ടുള്ള ഒരു ജീവനില്ലാത്ത വ്യക്തിയെ പോലെ അവൾ റിഡ്യൂസ് ചെയ്തിരിക്കുകയാണ്, അവൾ ചുരുങ്ങിയിരിക്കുകയാണ്. ഷീ ക്യാൻ ഹിയർ ദ റഡർ ബ്രീസർ ഓഫ് ദി ഫാൾ ആൻഡ് ദ സ്മോക്ക് ഫ്രം ദി ബേണിംഗ് ലീവ്സ്. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഷീ സീസ് ഹെർ ഡ്രീംസ്, ഡിസേഴ്സ് ആൻഡ് ക്യൂസ് ലൈക്ക് സ്മോക്ക് കമ്മിങ് ഫ്രം ദി ബേണിംഗ് ലീവ്സ്. അതായത് ഉണങ്ങിയ ഇലകളിൽ നിന്നും വരുന്ന പുക പോലെ അവൾക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവളുടെ ഡ്രീംസ്, അവളുടെ ഡിസയർ, അവളുടെ ക്വസ്റ്റൊക്കെ. കാരണം അതൊക്കെ എന്തായിട്ടുണ്ട്? നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ഇവിടെ നാച്ചുറൽ ഇമാജിനറി ആയിട്ട് ദ സമ്മർ, ദ റെഡർ ബ്രീസ് ആൻഡ് ബേണിംഗ് ലീവ്സ് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ദിസ് റെയിൻഫോഴ്സ് ദ സഫോക്കേഷൻ ഓഫ് ദി വുമൻ ആക്റ്റീവ്ലി സിംബലൈസ്ഡ് ഇൻ ദി സ്മോക്ക്. ഒരു സ്ത്രീയുടെ ഒരു സഫോക്കേഷൻ, ഒരു ശ്വാസമുട്ടലാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അതിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നാച്ചുറൽ ഇമാജിനറി ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ദ സമ്മർ, ദ റെഡർ ബ്രീസ് ആൻഡ് ദി ബേണിംഗ് ലീവ്സ്. യുവർ റൂം ഈസ് ഓൾവേസ് ലിറ്റ് ബൈ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ്, യുവർ വിൻഡോ ഓൾവേസ് ഷട്ട്. എന്താണ് ഇവിടെ പറയുന്നത്? അതെ, അവരുടെ റൂം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ലൈറ്റ് മാത്രമാണ്. ആ ജനലുകളൊക്കെ അവനെ അടിച്ചിട്ടുണ്ട്. കാരണം ദ വേൾഡ് വിച്ച് ഹെർ ഹസ്ബൻഡ് പ്രൊവൈഡഡ് ടു ഹെർ ഈസ് ഫുൾ ഓഫ് ഫേക്ക് ലവ് ആൻഡ് ദർ ഇസ് നോ ഫ്രീഡം ഫോർ ഹെർ. അവളുടെ ഹസ്ബൻഡ് അവൾക്ക് കൊടുക്കുന്നത് പറയുന്നത് സ്നേഹമാണെങ്കിലും വിളിക്കുന്നത് വൈഫ് എ ബെറ്റർ ഹാഫ് എന്നാണെങ്കിൽ പോലും അവൻ അവൾക്ക് കൊടുക്കുന്നത് ഫേക്ക് ലവ് ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ്, ആ ഒരു വിൻഡോസ് ഷട്ട് ചെയ്തത് കാണിക്കുന്നത്. ദർ ഇസ് നോ ഫ്രീഡം ഫോർ ഹെർ. പിന്നെ നോക്കിക്കേ, ഈവൻ ദ എയർ കണ്ടീഷണർ ഹെൽപ്പ് സോ ലിറ്റിൽ. All pervasive is the male scent of your breath. The cut flowers in the vases have begun to smell of human sweat. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള അർബൻ ഇമേജറികളാണ് ആർട്ടിഫിഷ്യൽ ലൈറ്റ്, എയർ കണ്ടീഷണർ, കട്ട് ഫ്ലവേഴ്സ് ഇൻ ദ വേഴ്സ്. ഇവയൊക്കെ കാണിക്കുന്നത് ദിസ് പോയിന്റ് ടു ദ അൺനാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് ഹെർ ലൈഫ് ആൻഡ് ദ ഫേക്ക് ലവ് ഇൻ ഇറ്റ്. And the cut flowers losing their natural smell may be a symbol of all the speaker's life that has now faded. അവിടെ കട്ട് ഫ്ലവേഴ്സ് എന്നിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പൂവിൻ്റെ നാച്ചുറൽ സ്മെല്ല് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ ഇത് സിംബലൈസ് ചെയ്യുന്നത് ആ സ്പീക്കറിൻ്റെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും അവിടെ ഫെയ്ഡ് ചെയ്തിട്ടുണ്ട്, മാഞ്ഞു പോയിട്ടുണ്ട്. There is no more singing, no more dance. My mind is an old playhouse with all its lights put out. ഇനിയാണ് നമ്മുടെ പോയമിൻ്റെ ടൈറ്റിലുമായിട്ട് വരുന്നത് an old playhouse. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പ്ലേ ഹൗസ്? അതെ, നമുക്ക് കളിക്കാനുള്ള, പാട്ട് പാടാനുള്ള, ഡാൻസ് കളിക്കാനുള്ള, എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനുള്ളൊരു ഇടമാണ് പ്ലേ ഹൗസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ പോയിറ്റിൻ്റെ മൈൻഡ് എങ്ങനെ ആയിട്ടുണ്ട്? ആൻ ഓൾഡ് പ്ലേ ഹൗസിന് പോയിട്ടുണ്ട്. സോ അവിടെ എന്തില്ല? ദർ ഇസ് നോ മോർ സിംഗിങ്, നോ മോർ ഡാൻസ് ആൻഡ് നോ മോർ ജോയ്ഫുൾ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ സ്പീക്കർ ഫൈനലി ഡിസ്കവർ ദാറ്റ് ലവ് മേക്കിംഗ് ഹെർ മെയ്ഡ് ഹെർ മൈൻഡ് ആൻ ഓൾഡ് പ്ലേ ഹൗസ് വിത്ത് ഓൾ ഇറ്റ്സ് ലൈറ്റ്സ് പുട്ട് ഔട്ട്. എല്ലാ നിറങ്ങളും എല്ലാ വെളിച്ചവും അവിടെ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവളുടെ മൈൻഡ് ഇപ്പോൾ ആൻ ഓൾഡ് പ്ലേ ഹൗസിനെ പോലെയാണ് ബിക്കോസ് ഓഫ് ഹെർ ഹസ്ബൻഡ്സ് ലവ് മേക്കിംഗ്.
It is like a deserted old playhouse having no life of its own. It has almost become non-functional and indebted to the disastrous physical and mental strains. തീർച്ചയായിട്ടും ഇവിടെ പറയുന്നത് അവളുടെ വിവാഹജീവിതത്തിന് ശേഷം അവൾക്ക് ദുരന്തപൂർണ്ണമായിട്ടുള്ള ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെയിൻസ് ആണ് അവൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അവിടെ അവൾക്ക് യാതൊരു വാല്യൂവും കാര്യങ്ങളൊന്നുമില്ല. അവൾക്ക് അവിടെ എന്തില്ല, ഒരു ലൈഫ് അവൾക്കവിടെ ഇല്ല. She has lost all her value as a woman in this life of confinement and suffocation. എന്താ പറയുന്നത്, അതെ, ഒരു വുമൻ, ഒരു ജീവിതത്തിൽ ഒരു സ്ത്രീ എന്ന നിലക്ക് അവൾക്കിപ്പോൾ എന്താണ്, കൺഫൈൻമെൻറ്റ് ആൻഡ് സഫോക്കേഷൻ, തടവറയാണ് ആ ഒരു വീട് എന്ന് പറയുന്നത് പോലെ ശ്വാസം മുട്ടൽ മാത്രമാണ് ആ വീടിനുള്ളിൽ ഉള്ളത്. All her romantic dreams of marital life are shattered and she has faces disastrous in her life. വിവാഹത്തിന് മുമ്പ് അവൾക്ക് ഒരുപാട് റൊമാൻറ്റിക് ഡ്രീംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതിന് ശേഷം എന്തായി, അത് ഷട്ടറായി, നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് ഒരു ദുരന്തപൂർണ്ണമായിട്ടുള്ള വിവാഹ ജീവിത അനുഭവങ്ങളാണ്. There is no space for singing or dancing in her colorless and meaningless life. Her life is like an old playhouse filled with darkness. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ലൈൻ നോക്കൂ. The strong man's technique is always the same. He serves his love in lethal doses. ഇവിടെ സ്ട്രോങ് മാൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവളുടെ ഹസ്ബൻഡിനെയാണ്. അവളുടെ ഹസ്ബൻഡ് ഫിസിക്കലി എ സ്ട്രോങ് മാൻ ആണ്. ആ ഒരു ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യൻ എപ്പോഴും ഒരേ ഒരു ടെക്നിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു കീപ് ഹീസ് വൈഫ് ഫിസിക്കലി ആൻഡ് സെക്ഷലി സാറ്റിസ്ഫൈഡ്. അവൻ്റെ ധാരണ അവളുടെ വൈഫും എന്താണ്, ഫിസിക്കലി ആൻഡ് സെക്ഷലി സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ്. പക്ഷെ അവിടെ അത് യഥാർത്ഥത്തിൽ തെറ്റായിരുന്നു. ഷീ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഇൻ ഹെർ ഫിസിക്കൽ റിലേഷൻഷിപ്പ്. ആൻഡ് ഒരിക്കലും അവളുടെ ഹസ്ബൻഡ് അവളോട് ചോദിച്ച് മനസ്സിലാക്കാനും ശ്രമിച്ചില്ല. ഇത് അവളെ പതിയെ കൊല്ലുന്ന പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഷീ ഈസ് ഓൾ ഫെഡ് അപ്പ് വിത്ത് സ്റ്റീരിയോ ടൈപ്പഡ് ആൻഡ് മെക്കാനിക്കൽ ടെക്നിക് ഓഫ് ദ ലവ് മേക്കിംഗ് ഓഫ് ഹെർ ഹസ്ബൻഡ്. അവളുടെ ഹസ്ബൻഡ് പലപ്പോഴും യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റീരിയോ ടൈപ്പായിട്ടുള്ള മെക്കാനിക്കൽ ടെക്നിക്ക് തന്നെയായിരുന്നു. പക്ഷേ ഇതെന്താണ്, ഹി ഓഫേഴ്സ് ലവ് ഈസ് ഹാംഫുൾ ആയിരുന്നു, ഫെറ്റൽ ഡോസസ് ആണ്, വിച്ച് ഈസ് ഫുൾ അൾട്ടിമേറ്റ്ലി കിൽ ഹിസ് വൈഫ് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സന്തോഷകരമായിട്ടുള്ളൊരു മാരേജ് ലൈഫ് അല്ലായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അവളുടെ ഹസ്ബൻഡ് അവളെ ഒരിക്കൽ പോലും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. ആൻഡ് നെക്സ്റ്റ് നോക്കൂ. ഫോർ ലവ് ഈസ് നാർക്കിസസ് അറ്റ് ദി വാട്ടേഴ്സ് എഡ്ജ്, hunted by its own lonely face, and yet it must seek at last an end, a pure, total freedom. It must will the mirrors to shatter and a kind night to erase the water. നാർക്കിസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കോർഡിംഗ് ടു ദി ഗ്രീക്ക് ലെജൻഡ് ആണ്. ഞാൻ പറയാം. നാർക്കിസസ് വാസ് എ ഗ്രീക്ക് യൂത്ത് who fell obviously in love with his own image reflected in a fountain, thinking it to be a nymph of the place. His fruitless attempt to approach his beautiful object drove him to despair and death. നാർസിസസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ലെജൻഡാണ്. സ്വയം ഭംഗിയിൽ ആസ്വദിച്ച് ആ ഒരു ഫേസ് ഇങ്ങനെ നോക്കി കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു കുളത്തിൻ്റെ അരികിൽ നിന്ന് വെള്ളത്തിലേക്ക് തന്നെ നോക്കി തൻ്റെ ആ ഒരു സൗന്ദര്യം ആസ്വദിക്കുമായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അതെന്തായി, ഡിസ്പെയർ ആവുകയും അവൻ മരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പോയം അവൾ കൺക്ലൂഡ് ചെയ്യുന്നത് അവളുടെ ഹസ്ബൻഡിനെ ഈ മിത്തോളജിക്കൽ ക്യാരക്ടറായിട്ടുള്ള നാർസിസസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. അവളുടെ പോയിറ്റിൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരാളാണ്. ടു റിയലൈസ് ഹെർ ലോങ്ങിങ്സ് ആൻഡ് സെൻറ്റിമെൻറ്റ്സ്, അവളുടെ സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ തൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ കെയർ ചെയ്യാത്തൊരു സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇതുപോലെ നാർസിസിനെ പോലെ സ്വന്തം സൗന്ദര്യത്തിൽ അതിമറന്ന് മരണം വരെ സംഭവിച്ച ഒരു വ്യക്തിയാണ് ഈ നാർസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഷീ ഈസ് ഹോണ്ടഡ് ബൈ ഹെർ ഓൺ ലോൺലി ആൻഡ് മിസറബിൾ ലൈഫ്. അവളുടെ ദുരന്തപൂർണ്ണമായ ജീവിതത്തിൽ അവൾ എന്തായി വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. സെൽഫ് ലവ് ക്യാൻ നെവർ ഗെറ്റ് ഫുൾഫിൽമെൻറ്റ്. ദ പോയിറ്റ്സ് ഓൺ ഫേസ് റിഫ്ലക്റ്റഡ് ഇൻ ദ മിറർ. അവളൊരു തവണ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളുടെ ഫേസ് എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. ആൻഡ് ലവ്ഡ് ബൈ ഹെർ സെൽഫ് മസ്റ്റ് ബി ഷട്ടേർഡ് ടു പീസ് ബൈ ബ്രേക്കിംഗ് ദ മിറർ. പെട്ടെന്ന് തന്നെ എന്തായെന്ന് പറയുന്നത്, ആ ഒരു മിറർ ബ്രേക്ക് ചെയ്ത് അത് ചിന്നി ചിതറി എന്നാണ് പറയുന്നത്. ഇവിടെ കൈൻഡ് നൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോബബ്ലി മീൻസ് ഡെത്ത് ഓർ സൂയിസൈഡ്, വിച്ച് ഇസ് ദ പോയിറ്റ് കണ്ടംപ്ലേറ്റ്സ് ആൻ അക്കൗണ്ട് ഓഫ് ഹെർ അൺഹാപ്പി ലൈഫ് വിത്ത് ഹെർ ഹസ്ബൻഡ് ഓൺലി ത്രൂ ദറ്റ് ഷീ കുഡ് എസ്കേപ്പ് ഫ്രം ഹെർ മിസറബിൾ ലൈഫ്. അപ്പോൾ ഇവിടെ ഈ കണ്ണാടി പൊട്ടിപ്പോകാന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ ഇത്തരത്തിലുള്ള
ഈ ഒരു ദുരന്തപൂർണ്ണമായിട്ടുള്ള വിവാഹ ജീവിതത്തിൽ നിന്നും അവൾക്ക് രക്ഷപ്പെടാനുള്ള 2 കാരണങ്ങൾ, ഒന്ന് സൂയിസൈഡാണ്, 2 എന്താണ്, മരണമാണ്. ഓക്കെ. ദ ഓൾഡ് പ്ലേ ഹൗസ് എന്ന നമ്മുടെ പോയമിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോട്ട്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അനോട്ടേഷനിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുന്ന പോയിൻറ്റ്സാണ് ഇതിലുള്ളത്. വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട സമയത്ത്, നിങ്ങൾ കാണുന്ന സമയത്ത് ഈ ഒരു നോട്ട്സ് ക്ലിയർ ഇല്ല എന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കൂട്ടാനുള്ള ഓപ്ഷൻ യൂട്യൂബിൽ തന്നെ ഉണ്ട്. അതിനും കഴിയുന്നില്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഈ ഒരു ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അവിടെ പോയിട്ട് നോക്കിയാൽ മതി. നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. If you find this video helpful, please like, share, comment and finally don't forget to subscribe. Thanks for watching.